ഡിസ്ക് ബൾജ് മൂലമുണ്ടാവുന്ന നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? ഇടുപ്പിൽ നിന്ന് കാലിലേക്ക് ഒരു മിന്നൽ പോലുന്ന വേദന, കാലിലെ തരിപ്പ് വരിക, പ്രത്യേകിച്ച് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരിൽ IT എംപ്ലോയീസ്, ഡോക്ടേഴ്സ്, അക്കൗണ്ടൻസ്, കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർ, വർക്ക് ഫ്രം ഹോം ചെയ്യുന്നവർ, ഇവർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഹാഫ് കോബ്ര സ്ട്രെച്ചിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഇങ്ങനെയാണ്. നമ്മളൊരു യോഗ മാറ്റ് എടുത്തിട്ട് താഴെ കിടന്നാൽ മതി. ഇത് ഷൂട്ടിങ്ങിന്റെ സൗകര്യത്തിനാണ് നമ്മളിങ്ങനെ ഒരു ബെഞ്ചിൽ കിടക്കുന്നത്. രണ്ട് കൈയും സൈഡിലേക്ക് റെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഈ പേശികൾ, ബാക്കിലത്തുള്ള പേശികൾ ഉപയോഗിച്ച് നമ്മളുടെ ഷോൾഡർ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യണം. ശ്വാസം ഉള്ളിലേക്ക് വലിച്ചിട്ട് വേണം നമ്മൾ ലിഫ്റ്റ് ചെയ്യുക. ഇത് മാക്സിമം ചെയ്യണം. നമ്മളുടെ കൈയിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെറുതെ സപ്പോർട്ട് മാത്രമാണ്. ഒരിക്കലും കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് നമ്മളുടെ ഷോൾഡർ ലിഫ്റ്റ് ചെയ്യരുത്. ഈ ഭാഗത്ത് ഉള്ള മസിൽസ് യൂസ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഷോൾഡർ മാക്സിമം ലിഫ്റ്റ് ചെയ്യാൻ. തല മാക്സിമം മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. നമ്മളൊരു പാമ്പിനെ പോലെ ഇങ്ങനെ ഈ തല പൊന്തിക്കുകയാണ്. അതിനാണ് ഇതിനെ കോബ്ര സ്ട്രെച്ച് എന്ന് പറയുന്നത്. കാലുകൾ നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ഒരു പൊസിഷൻ നമുക്കൊരു 10 മുതൽ 15 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ടൈം, ഒരു തുടക്കത്തിൽ നമ്മളൊരു 10 വരെ എണ്ണുന്നാൽ മതി, പിന്നെ 12, പിന്നെ 15, അങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവന്നാൽ മതി. നമ്മളുടെ ലിമിറ്റിനനുസരിച്ച് ചെയ്യുക. എന്നിട്ട് സാവധാനം ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് വീണ്ടും താഴത്തേക്ക് കിടക്കണം. നമ്മൾ TV-യിലോ കമ്പ്യൂട്ടറിലോ കാണുന്ന പോലത്തെ പെർഫെക്റ്റ് ആയ സ്ട്രെച്ചിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ബോഡിയുടെ ലിമിറ്റ് എന്താണോ അതാണ് സ്ട്രെച്ചിന്റെ ലിമിറ്റ്. ഒരുപാട് നേരം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സ്പൈൻ ഇങ്ങനെ കേർവ് ആവാനാണ് ചാൻസ് ഉള്ളത്. ഇങ്ങനെ കേർവ് ആവുമ്പോഴാണ് നമ്മളുടെ ഈ വെർട്ടിബ്രേ കംപ്രസ് ആയിട്ട് ഈ ഡിസ്ക് കംപ്രസ് ചെയ്ത് നമ്മളെ നെർവിൽ തട്ടുന്നത്. ഇതിനെ ഓപ്പൺ ചെയ്യാൻ നമ്മൾ ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇവിടെയാണ് ഈ കോബ്ര സ്ട്രെച്ച് കൃത്യമായിട്ട് ചെയ്താലുള്ളതിൻ്റെ ഗുണം. നമ്മൾ കോബ്ര സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ ഇങ്ങനെ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ ഡിസ്കിൽ വരുന്ന ലോഡ് കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുമൂലം ഉണ്ടാകുന്ന ഡിസ്ക് ബൾജും ആ നെർവിലുള്ള കംപ്രഷനും ഈ പോസ് കൊണ്ട് നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. വളരെ സിവിയർ ആയിട്ടുള്ള പെയിൻ ഉള്ളപ്പോൾ കുറച്ച് ബ്രീതിങ് കൂടി ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ കലശലായ വേദനയിൽ നിന്ന് തൽക്കാലം ആശ്വാസം ലഭിക്കാം. ശ്രദ്ധിക്കുക, ഇത് ഡിസ്ക് ബൾജ് ഉള്ളവർക്കേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് ബാക്ക് പെയിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കോബ്ര സ്ട്രെച്ചാണ് പറയാറ്. അതുകൊണ്ട് കൃത്യമായിട്ട് രോഗനിർണയം നടത്താതെ ഡിസ്ക് ബൾജ് കൊണ്ട് അല്ലാത്തൊരു ബാക്ക് പെയിന് കോബ്ര സ്ട്രെച്ച് ചെയ്താൽ ചിലപ്പോൾ അത്ര എഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പോൾ പ്രശ്നം ഈ സ്ട്രെച്ചിന്റെ അല്ല, കൃത്യമായിട്ട് ഡയഗ്നോസിസ് ഇല്ലാത്തതിനാണെന്ന് മനസ്സിലാക്കുക. അടുത്ത വീഡിയോയിൽ ഇതേ സ്ട്രെച്ചിന്റെ ഒരു അഡ്വാൻസ് സ്ട്രെച്ച് കാണിച്ചു തരാം. അത് കാണാൻ ഈ അക്കൗണ്ട് എന്തായാലും ഫോളോ ചെയ്തോളൂ. അതുപോലെ ഇരുന്ന് ജോലി ചെയ്യുന്നവരും ഡിസ്ക് ബൾജ് മൂലം ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക.